ഇന്ന് ഞാനുണ്ടല്ലോ പറമ്പിൽ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്പക്കായ്ക്ക് കുറച്ച് കവറൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുക്കള തോട്ടത്തിലെ താരായ നമ്മുടെ സ്നോ വൈറ്റ് കുക്കമ്പർ അത് കുറച്ച് പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടു. കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊന്നല്ല, നമ്മുടെ പറമ്പിലത്തെ അടുത്തൊരാളും കൂടി ആയി തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ചാമ്പക്കായ. അയ്യോ, ഈ ചാമ്പക്കായ ഉണ്ടല്ലോ നല്ല കുതിരായിട്ട് ചാമ്പക്കായ ഉണ്ടാവുക, കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനായിട്ടും ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രമല്ല ഇതിന് കുരുവില്ല, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ചാമ്പക്കായ പൊട്ടിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക, നമുക്കപ്പം തന്നെ വായിലിട്ട് കഴിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റ് നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് പറയാം. കളറിന് തന്നെ ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. ഒന്നും കൂടി ഡാർക്ക് കളറൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മൾ പറയാമല്ലോ എപ്പോഴും നമ്മുടെ പറമ്പിൽ കോവയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറിക്കൊന്നും ക്ഷാമം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇതാ കുറച്ച് കോവയ്ക്ക് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ശരിക്കൊരു ലോട്ടറിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കോളിഫ്ലവർ ഒക്കെ പൊട്ടിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലോട്ടറി തന്നെയാണ്. അങ്ങനെ ഒരു കോളിഫ്ലവറും കൂടി പൊട്ടിച്ചെടുത്തു. പിന്നെ നമുക്ക് പറമ്പിലെ ചീര അറിയാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി നമ്മുടെ പച്ചച്ചീര ഇപ്പോഴും വലിയ കേടൊന്നുമില്ല, നല്ല ഭംഗിയിൽ നല്ല ഇലയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടണമെങ്കിലും കൂടിയിട്ട് നമ്മുടെ ചീരയ്ക്ക് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പൊട്ടിച്ചെടുത്ത് നമ്മുടെ ചാമ്പക്കായും കുക്കമ്പറും കോവയ്ക്കയും ചീരയൊക്കെ ആയിട്ട് നേരെ ഞാൻ വീട്ടിൽ പോവാണ്. വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഷായേട്ടൻ പറമ്പിലാണെന്നുള്ളത്. നേരെ തന്നെ ചാമ്പക്കായും കൊണ്ട് ഷായേട്ടൻ്റെ അടുത്തേക്ക് പോയി ഞാനും ഷായേട്ടൻ കുറച്ച് ചാമ്പക്കായ തിന്നു കേട്ടോ. അതിനുശേഷം ഞാനിത് നമ്മുടെ കറികളൊക്കെ വെക്കാൻ വേണ്ടി നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. കോവയ്ക്ക് നുറുക്കി വെച്ചു, അതേപോലെ തന്നെ കോളിഫ്ലവർ നുറുക്കി നമ്മുടെ ചീരത്തോരൻ വെക്കാനായിട്ട് ചീര നുറുക്കി വെച്ചു. ഞാനിത് അടുക്കളയിൽ വെക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അടുപ്പിൻ്റെ എണ്ണം കൂടുതലുള്ള കാരണം 3 കറികൾ ഒരുമിച്ച് ചെയ്താൽ കോവയ്ക്കൊണ്ടുള്ള മീൻ കറിയും കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ചിക്കൻ കറി ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ചിക്കൻ കറി പോലുള്ള ടേസ്റ്റും അതേപോലെ നമ്മുടെ ചീരത്തോരനൊക്കെ റെഡിയാക്കി അടുക്കളയൊക്കെ ഇതാ വൃത്തിയാക്കിയതിന് ശേഷം അപ്പോഴേക്ക് ഷായേട്ടനായിട്ട് ഞാനും ഷായേട്ടത് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടണങ്ങൾ ഇത് അപ്പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നത്. പക്ഷെ അവർ ഭയങ്കര ആസ്വദിച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നവരാട്ടോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.